ഹലോ ഫ്രണ്ട്സ്, ഷെഫീഖാണ് വിങ്സിൽ നിന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ ഒരു നല്ല ഡ്രൈവർ ആകാം എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടാണ് വൈൻഡപ്പ് ചെയ്തത്. ഡിഫൻസീവ് ഡ്രൈവർ എങ്ങനെയാണ്, എന്താണ് ഡിഫൻസ് ഡ്രൈവർ ജസ്റ്റ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ നമുക്കിനി ഡ്രൈവിങ്ങിൻ്റെ ബേസിക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഡ്രൈവർ സീറ്റിൽ ആദ്യമായിട്ട് കയറി ഇരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം, നമ്മളെ ഇരുത്തം, സേഫ്റ്റി, കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കണം. ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങളൊന്നും പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ മാക്സിമം നമ്മളെ കംഫർട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരിക്കാം എന്ന് നോക്കാം. വാഹനത്തിനുള്ളിൽ ആദ്യമായിട്ട് കയറി ഇരുന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇരുത്തത്തിൻ്റെ പൊസിഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. കാരണം വാഹനം മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡ്രൈവർ ആയതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ വാഹനം നിർത്തിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതിന് മുന്നേ നമ്മൾ മാക്സിമം നമ്മളെ കംഫർട്ടിന് നമ്മൾ ഇരുത്തം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇരിക്കുന്ന സീറ്റില്ലേ, ഡ്രൈവർ സീറ്റിന് നേരെ അടിയിൽ ഒരു ചെറിയ ലിവർ ഉണ്ടാവും. അതാണ് ഈ സീറ്റിൻ്റെ ലോക്ക് ചെയ്യുന്ന ഇത് വരുന്നത്. അത് നമ്മൾ മേലോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കോട്ടും ഫ്രണ്ടോട്ടും മൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് 2 ഫൂട്ടും തറയിൽ കറക്റ്റ് വെച്ചിട്ട് ഈ ലിവർ അൺലോക്ക് ചെയ്ത് പിടിക്കുക. വലത്തെ കൈയായിട്ട് സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ഈ കൈയ്യമ്മ പ്രഷർ കൊടുത്തിട്ട് വേണം മുന്നോട്ടും ബാക്കോട്ടും നീങ്ങാൻ. അപ്പോൾ നമ്മളിങ്ങനെ നീങ്ങുമ്പോൾ ഇത് നമുക്ക് കറക്റ്റ് കംഫർട്ടായിട്ടുള്ള പൊസിഷനാണോ എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു പെഡൽ കാണുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇതിനെ ക്ലച്ച് പെഡൽ എന്ന് പറയും. അപ്പോൾ നമുക്കത് പൂർണ്ണമായിട്ടും അടിഭാഗം വരെ ചവിട്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായി ചവിട്ടി വെക്കുമ്പോൾ നമ്മളെ കാല് കൂടുതൽ സ്ട്രെച്ച് ആയിട്ട് ഇരിക്കാൻ പാടില്ല. കൂടുതൽ നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് വലിഞ്ഞിരിക്കാൻ പാടില്ല. നമുക്ക് എപ്പോഴും ഏകദേശം ഈ ഒരു ആംഗിൾ, നമ്മളെ കാലിൻ്റെ മുട്ട് ഇവിടെ ഇടിക്കാനും പാടില്ല. നമുക്ക് കൂടുതൽ എഫേർട്ട് ഇട്ടിട്ട് അടിഭാഗം വരെ ചവിട്ടി കൊടുക്കണം. അടിഭാഗം വരെ ചവിട്ടുമ്പോൾ എഫേർട്ട് തീരെ പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പൊസിഷനാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സീറ്റിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെൻറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ സീറ്റിൻ്റെ ഇൻക്ലിനേഷൻ, ചെരിവ് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സീറ്റ് നമുക്ക് ലിവർ ഇവിടെ കാണാം. ഇതിങ്ങനെ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഈ സീറ്റ് ഫ്രണ്ടോട്ടും ബാക്കോട്ടും നമുക്ക് എൻ്റെ ചെരിവ് നമുക്ക് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഞാനിത് പൊക്കിയിട്ട് എൻ്റെ ഒരു ഇൻക്ലിനേഷൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് സ്റ്റിയറിംഗും എങ്ങനെ ഈ ലെവലൊക്കെ പിടിക്കുക. ക്ലോക്കിൽ 9:15 എന്നുള്ള ലെവലിലേക്കാണ് നമ്മൾ പിടിക്കുക. അതായത് ഈ ഒരു പിടുത്തം പിടിക്കുമ്പോൾ കൈ കൂടുതലായിട്ട് ഇങ്ങനെ സ്ട്രെസ്സായിട്ട് ഇരിക്കാൻ പാടില്ല. ഈ ഒരു ഫ്രീ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇരുത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സീറ്റ് ബെൽറ്റ് അപ്ലൈ ചെയ്യാം. സീറ്റ് ബെൽറ്റ് എവിടെയാണ്? നമ്മളെ ലെഫ്റ്റ് സൈഡാണ്. സീറ്റ് ബെൽറ്റ് പലരും ഇങ്ങനെ ഒന്നാകെ വലിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ച് കിട്ടാത്ത സിറ്റുവേഷൻ വരലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇടത്തെ കൈ കൊണ്ട്, ഇതാണ് സീറ്റ് ബെൽറ്റിൻ്റെ ലോക്ക് വരുന്നത്, ഇത് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് വലത്തെ കൈയായിട്ട് നമ്മളിത് വലിച്ച് ഫ്രീ ആക്കി കൊടുക്കണം. എന്നിട്ട് ഈ ഇടത്തെ കൈ, ഓക്കെ, പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊന്നാകെ ഇതുമ്മ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരില്ല. കാരണം എന്താ, ഇവിടെയാണ് ഫ്രീ മൂവ്മെൻ്റ് ഉള്ള ഭാഗം. അപ്പോൾ ഇത് ഇടത്തെ കൈയിട്ട് പിടിച്ചിട്ട് വലത്തെ കൈയിട്ട് വലിച്ചിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇത് അൺലോക്ക് ചെയ്യുന്നത് നമ്മൾ പ്രസ് ചെയ്താൽ അൺലോക്ക് ആവും. ഓക്കെ, ഈ സീറ്റ് ബെൽറ്റിൻ്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു അപകടത്തിൽ പെടുമ്പോൾ നമ്മൾ വണ്ടി വിട്ട് മുന്നോട്ട് തെറിച്ച് പോകാതിരിക്കാനും, നമ്മൾ നല്ല ഫോഴ്സിൽ വന്നിട്ട് സ്റ്റിയറിംഗുമ്മ അല്ലെങ്കിൽ ഡാഷ്ബോർഡുമ്മ തല വെച്ച് അടിക്കാതിരിക്കാനും വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വലിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വലിയുമ്പോൾ എൻ്റെ തല സ്റ്റിയറിംഗും വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാഹനങ്ങൾ എവിടെയെങ്കിലും ഇടിക്കുമ്പോൾ, ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ അത് പെട്ടെന്നാണ് റിയാക്ട് ചെയ്യുക. നമ്മൾ ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യാം. അപ്പോൾ നല്ല ഫാസ്റ്റ് മൂവ്മെൻറ്റിൽ, ഇതിപ്പോൾ ഇത്രയും മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് മൂവ്മെൻറ്റിൽ ഇവിടെ ലോക്ക് ആവുന്നുണ്ട് കണ്ടാ. അപ്പോൾ ഇനി ഞാൻ ഇവിടെയാണ്, എൻ്റെ ബോഡി പിന്നെ മുന്നോട്ട് എനിക്ക് പോകില്ല. അപ്പോൾ അങ്ങനെ അതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്ക് നമുക്ക് കടക്കാം.